ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2026 ICC T20 ലോകകപ്പിന് തിരിതെളിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഫെബ്രുവരി 7-ന് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി ആരംഭിക്കുന്ന ഈ ക്രിക്കറ്റ് മാമാങ്കത്തിൽ കിരീടം നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യവുമായാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത്. ചരിത്രത്തിൽ ഇതുവരെ ഒരു ടീമിനും T20 ലോകകപ്പ് കിരീടം നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്ന ശാപം തിരുത്തിക്കുറിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? ആരാധകരുടെ ഈ ചോദ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്ലേയിങ് 11 നിർദ്ദേശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകനും സീനിയർ താരവുമായ അജിങ്ക്യ രഹാനെ. തന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ വിശകലനത്തിൽ സഞ്ജു സാംസണിന് ഓപ്പണർ റോളിൽ പൂർണ്ണ പിന്തുണ നൽകുന്ന രഹാനെ ടീം ലൈനപ്പിൽ വരുത്തേണ്ട തന്ത്രപരമായ മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. ഒരൊറ്റ പൊസിഷനിലൊഴികെ ബാക്കി 10 പേരും ആരൊക്കെയാണെന്ന് രഹാനെ വ്യക്തമാക്കുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഓപ്പണിംഗ് സ്ലോട്ടിൽ രഹാനെയ്ക്ക് സംശയങ്ങളില്ല. ഫോമിലുള്ള ഇഷാൻ കിഷൻ സ്ക്വാഡിലുണ്ടെങ്കിലും പ്ലേയിങ് 11-ൽ സഞ്ജു സാംസൺ തന്നെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിംഗ്സ് തുറക്കണമെന്നാണ് രഹാനെയുടെ പക്ഷം. അഭിഷേകിന്റെ ബാറ്റിംഗ് പങ്കാളിയായി സഞ്ജു തന്നെയാണ് ബെസ്റ്റ്. അദ്ദേഹം ഇപ്പോൾ വളരെ മികച്ച ഫോമിലാണ്. നല്ല അറ്റാക്കിംഗ് ക്രിക്കറ്റാണ് സഞ്ജു കാഴ്ചവെക്കുന്നത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ഞാൻ നേരിട്ട് കണ്ടിരുന്നു. വളരെ തീവ്രതയോടെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്, രഹാനെ ചൂണ്ടിക്കാട്ടി. അഭിഷേക് ശർമ്മയുടെ സമീപകാല പ്രകടനങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ടീമിന് ഗുണം ചെയ്യുമെന്ന് രഹാനെ വിശ്വസിക്കുന്നു. ഈ ഫോർമാറ്റ് ആത്മവിശ്വാസത്തോടെ കളിക്കേണ്ട ഒന്നാണ്. താൻ ക്രീസിൽ നിന്നാൽ കളി ജയിപ്പിക്കുമെന്ന് അഭിഷേക് പലതവണ തെളിയിച്ചിട്ടുണ്ട്, രഹാനെ പറഞ്ഞു. സഞ്ജുവിന്റെ ഗെയിം റീഡിംഗ് പാടവത്തെയും രഹാനെ വാനോളം പുകഴ്ത്തി. ഇന്ത്യൻ T20 ടീമിൽ സാധാരണ 4-ാം നമ്പറിലോ അതിന് താഴെയോ ആണ് സൂര്യകുമാർ യാദവിനെ കാണാറുള്ളത്. എന്നാൽ രഹാനെയുടെ ടീമിൽ സൂര്യയാണ് നമ്പർ 3. അതിന് കൃത്യമായ കാരണങ്ങളും അദ്ദേഹം നൽകുന്നു. സൂര്യയെ 3-ാം നമ്പറിൽ കാണാനാണ് എന്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ തുടക്കത്തിൽ സെറ്റാവാൻ അല്പം സമയമെടുക്കുന്നതായി കാണാം. 3-ാം നമ്പറിലെത്തിയാൽ ഇന്നിംഗ്സ് പടുത്തുയർത്താനും പിന്നീട് ഗിയർ മാറ്റി വിശ്വരൂപം പുറത്തെടുക്കാനും സൂര്യയ്ക്ക് ആവശ്യത്തിന് സമയം ലഭിക്കും, രഹാനെ നിരീക്ഷിച്ചു. വിരാട് കോഹ്ലി ഒഴിച്ചിട്ട ആ 3-ാം നമ്പർ പൊസിഷൻ ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ തന്നെയാണെന്നാണ് രഹാനെയുടെ വാദം. സൂര്യകുമാർ 3-ാമനാകുമ്പോൾ 4